പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വിൻഡോസ് 11 ഇൻസ്റ്റാളേഷൻ ആയാലോ. അതിൻ്റെ ബൂട്ടബിൾ ഡ്രൈവ് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാവും. അപ്പോൾ ആദ്യം നമ്മൾ വിൻഡോസിൻ്റെ പെൻ ഡ്രൈവ് കുത്തിയതിന് ശേഷം ബൂട്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്ത് നമ്മുടെ കറൻസി ടൈം ഫോർമാറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കീബോർഡ് അമർത്തിയതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കാം. ഇവിടെ നമ്മളുടെ വിൻഡോസ് ഇൻസ്റ്റാളേഷൻ ആണെങ്കിൽ ഇൻസ്റ്റാളേഷൻ ചൂസ് ചെയ്യാം. ഫയൽ മിസ്സിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ റിപ്പയർ ചൂസ് ചെയ്യാം. എന്തെങ്കിലും എററൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അതിനുശേഷം അഗ്രിയിൽ ടിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കാം. ഇവിടെ പ്രൊഡക്റ്റ് കീ ചോദിക്കും. അപ്പോൾ ഐ ഡോണ്ട് ഹാവ് പ്രൊഡക്റ്റ് കീ കൊടുക്കാം. പ്രൊഡക്റ്റ് കീ കയ്യിലുള്ളവരാണെങ്കിൽ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തല്ല, അവിടെ നിന്ന് തന്നെ ആക്ടിവേഷൻ ഓൾറെഡി സെറ്റ് ആവും കേട്ടോ. അപ്പോൾ ഓൾറെഡി എനിക്ക് ഡിജിറ്റൽ ലൈസൻസ് എൻ്റെ വിൻഡോസ് അക്കൗണ്ടിൽ, അതായത് മൈക്രോസോഫ്റ്റിൻ്റെ ഔട്ട്ലുക്ക് അക്കൗണ്ടിൽ ലിങ്ക് ആയി കിടക്കുന്നതാണ്. വിൻഡോസ് 11 പ്രോയാണ് ഞാൻ അന്ന് അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ കീ ഉള്ള കാരണം ഞാൻ വിൻഡോസ് 11 പ്രോ ചൂസ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഏത് വെർഷനാണോ ഉള്ള കീ ഉള്ളതെങ്കിൽ ഡിജിറ്റൽ ലൈസൻസ് കീയുടെ ഏത് കീ ആണെന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്തതിന് ശേഷം ആ OS ചൂസ് ചെയ്തിട്ട് വേണം നെക്സ്റ്റ് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആക്ടിവേറ്റ് ആവില്ല. അപ്പോൾ സെയിം വേർഷൻ തന്നെ വരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ഹാർഡ് ഡിസ്കിന് വേണ്ടി നമ്മുടെ വിൻഡോസ് സ്കാൻ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ എനിക്ക് 3 ഡ്രൈവുകളായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡിസ്ക് 0, 1, 2. ഡിസ്ക് 2 എന്ന് പറഞ്ഞാൽ നമ്മുടെ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് കുത്തിയേക്കുന്ന പെൻ ഡ്രൈവാണ്. ഡിസ്ക് 0 എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മുന്നേ ഉണ്ടായിരുന്ന ഡ്രൈവാണ്. അപ്പോൾ ഡിസ്ക് 0 നമുക്ക് മെയിനായിട്ട് യൂസ് ചെയ്യാം. ഡിസ്ക് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സെക്കൻഡറി സ്റ്റോർ ചെയ്യാനായിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിച്ചേക്കുന്ന ഡ്രൈവാണ്. അപ്പോൾ ഡിസ്ക് 0 എല്ലാ പാർട്ടീഷനും ഞാനിവിടെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതിന് ശേഷമാണ് ഇൻസ്റ്റാളേഷൻ പ്രൊസീഡ് ചെയ്യുന്നത് കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ വിൻഡോസ് 10 ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനൊന്ന് 11ലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ട് അത് ആ വേർഷനാണ് കുറേ നാൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം നമുക്ക് വിൻഡോസ് 11 ഫ്രഷ് ആയിട്ട് ക്ലീൻ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടൊരു ആഗ്രഹം തോന്നിയപ്പോൾ നമുക്കതൊന്ന് വീഡിയോ എടുത്ത് കാണിക്കാൻ തോന്നി. അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ പാർട്ടീഷൻസ് എല്ലാം ഡിലീറ്റ് ചെയ്യണം. വീഡിയോ ഒന്ന് പതുക്കെ നമ്മളൊന്ന് സ്പീഡാക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കുക, ഈ ഡിസ്ക് 01 എന്നൊക്കെ പറയുന്നത് നമ്മൾ സാറ്റാ സ്ലോട്ടിൽ കുത്തുന്ന പോലെ ഇരിക്കും കേട്ടോ നമ്പർ വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ PC കാണുന്ന പോലെ ഇരിക്കില്ല നിങ്ങൾക്കും കാണുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ഇൻസ്റ്റാളേഷനിലേക്ക് പ്രൊസീഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അതേ പാർട്ടീഷൻസൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്യുകയാണ് സ്പീഡിൽ. ഇവിടെ എനിക്ക് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഹാർഡ് ഡ്രൈവ് തന്നെ സെലക്ട് ചെയ്തതിന് ശേഷം ആ പാർട്ടീഷൻ്റെ ഫുൾ മെമ്മറി ഞാൻ ഉപയോഗിക്കാം കേട്ടോ. അതുകൊണ്ടാണ്. അതിനുശേഷം ഇങ്ങനെ വരും. ഇവിടെ നിന്ന് നമ്മൾ ഇൻസ്റ്റാൾ കൊടുക്കാം. അപ്പോൾ ഇൻസ്റ്റാൾ കൊടുക്കുമ്പോൾ വിൻഡോസിൻ്റെ എക്സ്പാൻഡ് ആവും. ഈ എക്സ്പാൻഡ് ആയി 100% അതിന് ശേഷം റീബൂട്ട് ആവും. ആ റീബൂട്ട് ആവുന്ന സമയത്ത് നമ്മൾ വിൻഡോസിൻ്റെ ഇൻസ്റ്റാളേഷൻ മീഡിയ പെൻ ഡ്രൈവ് ആയിക്കോട്ടെ, CD ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അത് നമ്മൾ റിമൂവ് ചെയ്യുക. അത് എല്ലാ വിൻഡോസിലും ബാധകമാണ് കേട്ടോ. മിക്ക പുതിയ വിൻഡോസിലെല്ലാം ബാധകമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ വിൻഡോസിൻ്റെ ഇൻസ്റ്റാളേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് പിന്നെയും നമ്മളെ പെൻ ഡ്രൈവ് ബൂട്ടായിട്ട് തിരിച്ചു പോകുന്നതാണ്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ. നമ്മളുടെ വിൻഡോസിൻ്റെ ഇൻസ്റ്റാളേഷൻ്റെ സ്പീഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ചേക്കുന്ന പെൻ ഡ്രൈവ് USB 3 ആണെങ്കിൽ അത്യാവശ്യം സ്പീഡ് ഉണ്ടാവും. മാത്രമല്ല നമ്മൾ SSD NVMe ടൈപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത്യാവശ്യം സ്പീഡ് ഉണ്ടാവും. അങ്ങനെ അതേ നമ്മുടെ വിൻഡോസ് ഇൻസ്റ്റാളേഷൻ ഓൾമോസ്റ്റ് ആവാറായിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മളിവിടെ റീജിയൻ സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഇന്ത്യ സെലക്ട് ചെയ്യുവാണ്. ഇന്ത്യ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് അടിക്കാം. ഓക്കെ. അപ്പോൾ ഞാൻ ഡിഫോൾട്ട് UK കീബോർഡ് തന്നെ ഇവിടെയാണ്. നമ്മൾ പണ്ട് UK കീബോർഡ് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അത് ഇട്ടേക്കണം. ഇവിടെ കീബോർഡിൻ്റെ ലേഔട്ടെല്ലാം സ്കിപ്പ് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ അപ്ഡേറ്റിന് വേണ്ടി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. നമ്മളുടെ ഈ വിൻഡോസ് PCയിലേക്ക് നെറ്റ് LAN വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഡ്രൈവേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ്റെ കൂടെ തന്നെ കിട്ടുന്നതാണ്. നമുക്ക് വേറെ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ല. സോഫ്റ്റ്വെയർസ് മാത്രം നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യം വരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇൻ്റർനെറ്റ് കണക്റ്റഡ് ആണെങ്കിൽ പൈറേറ്റഡ് വിൻഡോ അല്ലാന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് എല്ലാം അപ്ഡേറ്റ് ആവും. പൈറേറ്റഡ് ആണെങ്കിൽ അപ്ഡേറ്റ് ആവും. പക്ഷേ അത് ചില സമയത്ത് അതിന് പ്രശ്നങ്ങളെല്ലാം വരും. അപ്പോൾ ഓൾറെഡി നമ്മുടെ ഡിജിറ്റൽ ലൈസൻസ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഉള്ളത് കാരണം വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ പണ്ട് മുതൽ ഉപയോഗിക്കുന്ന ഒരു വിൻഡോസ് കീ തന്നെയാണ് ഇതിനകത്തുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഡ്രൈവറും എല്ലാം ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് നമ്മുടെ സെക്കൻഡറി ഡ്രൈവറെല്ലാം ആശ്രയിച്ചിട്ട് അതിനകത്തുള്ള ഡ്രൈവർ നമുക്കിവിടെ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മുടെ PCക്ക് ഒരു പേര് കൊടുക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള യൂസർ നെയിം കൊടുക്കാം. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഒരു യൂസർ നെയിം കൊടുക്കുകയാണേ. ഓക്കെ. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കാം. മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് നമ്മൾ സൈൻ ഇൻ ചെയ്തതിന് ശേഷം അതിനകത്തൊരു പിൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ശേഷമുള്ള സ്റ്റെപ്പിൽ അതും പിന്നും സെറ്റ് ആവും കേട്ടോ. അതിനുശേഷമാണ് നമ്മൾ ഈ നെക്സ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ വരുന്ന കാരണം കാണിക്കാത്തതാണ്. ഇതിൻ്റെ സ്റ്റെപ്പുകളെല്ലാം സംടൈംസ് നല്ല സ്പീഡും ഉണ്ടാവും, സംടൈംസ് നെറ്റ് സ്പീഡ് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോ ആവും കേട്ടോ.
അത് നെറ്റിൻ്റെ സ്പീഡ് പോലെ ഇരിക്കും ഡൗൺലോഡിങ് കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മാത്രമല്ല പ്രത്യേക ഈ സമയത്ത് ഓഫ് ആവായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കേട്ടോ. എന്തെങ്കിലും കറപ്ഷനും വിൻഡോസിൻ്റെ എററെല്ലാം വരും. അപ്പോൾ ഞാനിവിടെ പേഴ്സണൽ യൂസിന് വേണ്ടിയാണ് ഈ PC ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലൈസൻസ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ അത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ ഭാവിയിലേക്കുള്ള അപ്ഡേഷനും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടത്തില്ല. മൈക്രോസോഫ്റ്റ് നമ്മളുടെ വിൻഡോസ് ഒറിജിനലല്ല എന്ന് പറഞ്ഞ് മെസ്സേജ് എല്ലാം വരും നമുക്ക്. അപ്പോൾ അതേ ഇങ്ങനെയാണ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്ഡേഷൻ്റെ. അപ്പോൾ നെറ്റ് കണക്ട് ചെയ്യുക, ഇതിങ്ങനെ അപ്ഡേഷന് നെക്സ്റ്റ് കൊടുത്തിടുക, വെയിറ്റ് ചെയ്യുക. ഒരുപാട് സമയമെടുക്കും ഈ അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ആയി കിട്ടാനായിട്ട്. വിൻഡോസ് 7 ഇൻസ്റ്റാളേഷൻ അത്ര സമയമൊന്നും വരില്ലെങ്കിലും നമുക്ക് അത്യാവശ്യം ടൈം കൺസ്യൂമിംഗ് ആണ്. ഈ നെറ്റിൽ ഡൗൺലോഡ് ചെയ്ത അത് എക്സ്പാൻഡായി ഇൻസ്റ്റാൾ ചെയ്ത് വരുമ്പോഴേക്കും ഒരു ഏകദേശം 3/4 മണിക്കൂറോളം എടുക്കുന്നുണ്ട്. പിന്നെ NVMe ഡ്രൈവ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്നാവാനായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഒരു SATA 2.5 SSDയിലാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, 256 GB. നമുക്ക് ചീപ്പായിട്ട് കിട്ടിയതാണ്. അപ്പോൾ അപ്ഡേഷന് ശേഷം ഇങ്ങനെ QR കോഡ് വരും. നമുക്ക് നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ നമ്മുടെ PC-യിലേക്ക് പെയർ ചെയ്യാവുന്നതാണ്. അതിലെ ഫോട്ടോസും വീഡിയോസും എല്ലാം നമുക്ക് OneDrive വഴി ബാക്കപ്പ് ചെയ്യാനും അതുപോലെ തന്നെ PC-യിലേക്ക് ബാക്കപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസും മറ്റു കാര്യങ്ങളും കാണിക്കും. എഡ്ജിൻ്റെ ഹിസ്റ്ററി സിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും. പിന്നെ നമ്മുടെ മൈക്രോസോഫ്റ്റ് 365-ൻ്റെ ഒരു ഓഫറും മറ്റു കാര്യങ്ങളും അതിൻ്റെ കൂടെ കിട്ടുന്ന സ്റ്റോറേജിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കും. അതിനുശേഷം അത് നമ്മുടെ വിൻഡോസ് ലോഡായി വരുന്നതാണ്. ഇത്രയുള്ള ഇൻസ്റ്റാളേഷൻ്റെ സ്റ്റെപ്പ്. വിൻഡോസ് ഓണായതിന് ശേഷം ഓപ്ഷണൽ അപ്ഡേറ്റിൽ കുറേ ഡ്രൈവർ അപ്ഡേറ്റ് കൂടി വരും. അപ്പോൾ അത് നിങ്ങൾ ആവശ്യമുള്ളവരൊക്കെ ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ വിൻഡോസ് ഇൻസ്റ്റാളേഷൻ. ഐക്കൺസ് കാണാനായിട്ട് പേഴ്സണലൈസേഷനിൽ പോയിട്ട് ഡെസ്ക്ടോപ്പ് ഐക്കൺസ് ആവശ്യമുള്ളത് ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം ഇവിടെ ഡെസ്ക്ടോപ്പിൽ വരും. നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇടണം. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.